ഓൾ തിങ്സ് ഓട്ടോ എപ്പിസോഡ് 120 തുടങ്ങാൻ പോവാണ്. നമ്മൾ സെന്തിലെത്തിയിട്ടുണ്ട്. സെന്തിൽ, ഹലോ റാഫി. എന്തൊക്കെയാണ് വാഹന ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്? വാഹന ലോകത്ത് ഏറ്റവും പുതിയൊരു വാഹനം ഇറങ്ങിയത് BYD സീ ലയൺ ആണ്. അപ്പോൾ സീൽ പോലത്തെ സീലിന്റെ ഒരു ക്രോസ് ഓവർ വലിയ വണ്ടിയാണോ? വലിയ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയതായിട്ട് വാഹന ലോകത്ത് ഇറങ്ങിയൊരു വാഹനം നമുക്ക് പറയാം. ഓടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ ഒന്ന് ടോളാണ്, 2 ഫാസ്ടാഗ് ആണ് ടോളായിട്ട് ബന്ധപ്പെട്ട്, 3 ബഡ്ജറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ടോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഇനി മുതൽ ടോള് നമുക്ക് ഓൺ ദ വേയിൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നോർമലി എനിക്കുള്ള ശീലം എങ്ങനെയാ വെച്ചാൽ, ടോള് മിക്ക സമയത്തും ടോൾ ഉണ്ടാവില്ല, ഫാസ്ടാഗ് റീചാർജ് ഉണ്ടാവില്ല. ടോൾ ഉണ്ടാവില്ല എന്നല്ല, ഫാസ്ടാഗ് റീചാർജ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും അത് ഓർമ്മ വരിക. അപ്പോൾ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അത് കയറും. അപ്പോൾ അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ചില സമയത്ത് ഒരു ഉടക്ക് വരെ സംഭവിക്കാറുണ്ട്. കാരണം വെച്ചാൽ അത് കയറിയില്ല, അവരെല്ലാം അത് റിഫ്ലക്ട് ചെയ്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ കളയാനുള്ള സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇനി മുതൽ ആ ഒരു പരിപാടി നടക്കില്ല. സൈഡിൽ നിർത്തി റീചാർജ് ചെയ്ത് അപ്പോൾ ടോൾ കടന്നു പോകാൻ പറ്റില്ല. പുതിയ നിയമം അനുസരിച്ച് നമുക്ക് 1 മണിക്കൂർ മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 70 മിനിറ്റ്സിന് മുമ്പ് റീചാർജ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തൊരു ടോൾ ഗേറ്റിലേക്ക് പോകുമ്പോൾ അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ആവും. ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇരട്ടി പൈസ കൊടുക്കണം. നമ്മൾ ഡബിൾ ചാർജ് കൊടുത്ത് ടോൾ പാസ് ചെയ്യും. ഈവൻ അതിൻ്റെ അകത്ത് നമ്മൾ കയറിയാൽ പോലും നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിലായി പോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും പണിയാവും. ഇപ്പോൾ നോർമൽ ഒരു കേസിൽ ഇപ്പോൾ പാലേക്കറാൻ എക്സാമ്പിളായിട്ട് എടുക്കാം, 180 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ എപ്പോൾ റീചാർജ് ചെയ്തെന്ന് വിചാരിച്ച് കമ്പനിക്ക് എന്താ റീചാർജ് ചെയ്താൽ പോരെ? അപ്പോൾ ടോളിന്റെ അടുത്ത് വെച്ച് റീചാർജ് ചെയ്ത് എന്നെ പാസ് ചെയ്ത് വിട്ടൂടെ? സംഭവം തന്നെയാണ് ഞാനും ചെയ്തത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല റാഫിലോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ എത്തുമ്പോൾ ചില സമയത്ത് റിഫ്ലക്ട് ചെയ്യില്ല. അത് ആ സമയത്ത് അവിടെ ഒരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബാലൻസ് കാണിക്കും, പക്ഷെ അവരുടെ അത് വന്നിട്ടുണ്ടാവില്ല. ആ ഒരു കൺഫ്യൂഷൻ കാരണം, അല്ലെങ്കിൽ ടോൾ ഗേറ്റിൽ നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്ക് വർദ്ധിക്കാനാണ് ചാൻസ്. അപ്പോൾ അതിനെങ്ങനെ അവർ കുറയ്ക്കാമെന്നാണ് നോക്കണത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കേസിലെ ഒരു കാര്യം കൂടി എടുത്ത് പറയണം. ഈവൻ ഇപ്പോൾ ഇത്രയും നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്. അനുസരിച്ച് ടോൾ ഗേറ്റിൽ വരുന്ന സ്കാനേഴ്സ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന രീതിക്കാവണം. അവിടെയും നമുക്ക് നല്ല സമയം പോകാറുണ്ട്. ചില സമയത്ത് നമ്മൾ പറയും ഫ്രണ്ടിൽ കയറ്റി നിർത്താൻ, കുറച്ച് ബാക്കിലേക്ക് എടുക്കാൻ. അങ്ങനെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഞാൻ പോയ ടോളിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കടയിൽ നിന്ന് പറഞ്ഞിട്ടൊക്കെ സ്കാനർ വരുന്നു, കയറി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ റീചാർജ് ചെയ്യുന്നത്, അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ റീചാർജ് ചെയ്ത് പൈസ ഉണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മളിനി പോകാൻ. ഒന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ബാലൻസ് ചെക്ക് ചെയ്താൽ മാത്രം മതി. അതായിരിക്കും ഏറ്റവും സേഫ്. അവിടെ വെച്ച് റീചാർജ് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യില്ല, കയ്യിൽ നിന്ന് പൈസ. ഫുൾ ചാർജ് തന്നെ കൊടുത്ത്, ഡബിൾ ഫുൾ ചാർജിന്റെ ഇരട്ടി കൊടുത്ത് പോകേണ്ടി വരും. അടുത്ത ടോളിലെ പിന്നെ പിടിക്കാൻ പറ്റുള്ളൂ. അടുത്ത ടോളില് അത് ഇപ്പോൾ ഈ അടുത്തിപ്പോൾ ടോൾ വരുമ്പോൾ നോക്കാം. വേണമെങ്കിൽ അങ്ങനെ നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും ടോളിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക്, ടോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ടോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം റാഫിനോട് ചോദിക്കണം തോന്നി. ഇപ്പം നോർമലി നമ്മൾ ടോൾ ഗേറ്റ് കിടക്കുന്ന നേരത്ത് നമ്മളിങ്ങനെ ക്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു ഡിസൈഡ് ചെയ്യും, ഇതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. അവിടെ എത്തുമ്പോൾ ആ ഒരു ടോളിൻ്റെ ക്യൂ മാത്രം ഒരിക്കലും മൂവ് ആവില്ല. അതിന് ശേഷം ബാക്കിയല്ല, നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് സംഭവിക്കില്ല. അങ്ങനെ എനിക്ക് സ്ഥിരമായി സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും അണങ്ങിയ ചരിത്രമില്ല. അപ്പോൾ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഈ ടോളിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇതും കൂടി പറയാൻ എൻ്റെ ഒരു അനുഭവമാണ്. ഓൾ തിങ്സ് ഹോട്ടൽ നമ്മൾ ഇനി ഒരു ഡാഷിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്. അപ്പോൾ എന്തായാലും ടോൾ സംസാരിച്ചു, റോഡുണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വാഹനത്തിൽ വേണ്ട അക്സസറീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ പറയും ഒരു ഡാഷ് ക്യാം. യെസ്. ഡാഷ് ക്യാം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഡാഷ് ക്യാം ആക്ച്വലി എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പക്ഷേ ചില വാഹനങ്ങളിൽ അതൊരു എന്താ പറയുക, ഇൻബിൽട്ട് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സ്റ്ററിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ അകത്ത് നമുക്കൊരു ഇൻബിൽറ്റ് ഡാഷ് ക്യാം ഉണ്ട്, വെന്യൂവിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഓപ്ഷൻ്റെ അകത്ത് അത് വരുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ അത് എല്ലാത്തിൻ്റെ അകത്തും ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എയർ ബാഗ് കൊടുക്കാറുണ്ട്, അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇറങ്ങാൻ പോകുന്ന എല്ലാ വാഹനത്തിൻ്റെ അകത്തും ഒരു ഇൻബിൽറ്റ് ഡാഷ് ക്യാം വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ്. ഡാഷ് എവിടെ ശരിക്കും? ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ മുകളിൽ കാണുന്ന ആ ഒരു ഏരിയനാണ് ഡാഷ് എന്ന് പറയുക. ഡാഷ് ബോർഡ്, അതിനാണ് ഡാഷ് ബോർഡ് പറയുക. അപ്പോൾ ഡാഷ് ബോർഡിന്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ അപ്പോൾ നോർമലി IRVM ഇല്ലേ, അതായത് നമ്മൾ ബാക്ക് നോക്കുന്ന ഇൻസൈഡ് വ്യൂ മിറർ, അതിന്റെ സൈഡിൽ ആണ് അതിന്റെ ഒരു എക്സാക്ട് പൊസിഷൻ. അതിന്റെ റീസൺ എന്താ വെച്ചാൽ, നമുക്ക് ഒരിക്കലും അതിനെ ഫാസ്റ്റാഗ് ഒട്ടിക്കുന്ന പോലെ ലെഫ്റ്റിലോ റൈറ്റിലോ ഒട്ടിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഒരു വ്യൂവിങ് ആംഗിൾ പക്കയായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് ഒട്ടിച്ചതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ഡാഷിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന
ചെയ്യുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഡാഷ് ക്യാം. ഇത് എത്ര വലിപ്പമുണ്ട്? വലുപ്പം അല്ലാണ്ടെത്തിരിക്കുന്ന റാഫി. ഇപ്പോൾ വലുപ്പം പല ടൈപ്പ് ഉണ്ട്. ഭയങ്കര കോമ്പാക്ട് ആയിട്ടുള്ള സാധനമുണ്ട്, ഡിസ്പ്ലേ ഉള്ള സാധനമുണ്ട്, ഇനി IRV കാണാൻ പറ്റും, നമുക്ക് ടച്ച് ഉള്ള സാധനമുണ്ട്. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ശരിക്കും ഔട്ട്പുട്ട് ഇരിക്കുന്നത് അതിൻ്റെ റെസൊല്യൂഷനിൽ, അതിൻ്റെ മെഗാ പിക്സലിൽ, അതിൻ്റെ അകത്തിരിക്കുന്ന പ്രൊസസ്സറിൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്ക് ഈ പല വീഡിയോസിലും വണ്ടിയുടെ അകത്തുനിന്നുള്ള വ്യൂ ആണല്ലോ, നമുക്ക് റോഡിന്റെ വ്യൂ, അത് ഈ ഡാഷ് ക്യാം വ്യൂ ആണ്. യെസ്, അത് ഡാഷ് ക്യാം വ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നോർമലി ഒരു ഡാഷ് ക്യാം എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട സംഭവം എന്താ വെച്ചാൽ ആ ഡാഷ് ക്യാമിൻ്റെ നമുക്ക് ആ വ്യൂവിങ് ആംഗിൾ ഉണ്ട്. അപ്പോൾ ആ വ്യൂവിങ് ആംഗിൾ മിനിമം 130 ഡിഗ്രിയുടെ മുകളിൽ വേണം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു ഡാഷ് ക്യാം ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ മാത്രം 130, 160, 180 അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ അത്രത്തോളം വൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഡാഷ് ക്യാം വാങ്ങുമ്പോൾ 130+ ആംഗിൾ ഉണ്ടോയെന്ന് ഉറപ്പിക്കാം. യെസ്. വിലയുണ്ടോ ഡാഷ് ക്യാമിന്? ഡാഷ് ക്യാം ഇപ്പോൾ നമുക്ക് പല വിലകളുണ്ട്. ഇപ്പോൾ ബേസ് ലൈൻ ഓഫ് ഡാഷ് ക്യാം സ്റ്റാർട്ട്സ് അറൗണ്ട് ഒരു 3500 അല്ലെങ്കിൽ 3000 മുതൽ ടിൽ അതിനകത്ത് പല ഫീച്ചേഴ്സ് ഇങ്ങനെ ആഡ് ഓൺ ആയിട്ട് അതൊരു 40,000, 45,000 വരെയുള്ള ഡാഷ് ക്യാം വരെ അവൈലബിൾ ആണ്. ഡാഷ് ക്യാം നമുക്കിപ്പോൾ എക്സ്ട്രാ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇൻബിൽട്ട് ഡാഷ് ക്യാം ആണ്. ഇൻബിൽട്ട് ആണോ? അത് ഇൻബിൽട്ട് ആണ്. ഇൻബിൽട്ട് എന്ന് പറയുന്നത് പുതിയ വേറെ സ്ട്രക്ചർ ആയിട്ട് കാണുമോ? അല്ല, ഇൻബിൽട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വയറിംഗ് ഒന്നും നമ്മൾ വലിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്തൊരു സംഭവം അത് ഭയങ്കര ഫിനിഷിംഗ് ഉണ്ടാവും. അതായത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു IRVയുടെ തൊട്ടടുത്ത് ഒരു ഡാഷ് ക്യാം ഉണ്ടാവും. ഓക്കെ. അപ്പം ഡാഷ് ക്യാം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലാതെ നമ്മളിപ്പോൾ പോയിട്ട് വെച്ചാൽ അത് ഷോറൂമുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ വണ്ടി വാങ്ങുമ്പോൾ? അത് നമ്മൾ പുറത്ത് പോയിട്ട് വെക്കണം? പല സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്സസറീസ് ആയിട്ട് വേണമെങ്കിൽ ഡാഷ് ക്യാം ഷോറൂമിൽ നിന്ന് വാങ്ങാം. അങ്ങനെ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി റിലയബിലിറ്റി ഇൻ ടേംസ് ഓഫ് വാറണ്ടിയിൽ നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ അവിടെ പോയി ഇപ്പോൾ നമ്മൾ ഒരു സ്വിഫ്റ്റ് എടുക്കുകയാണ്, അപ്പോൾ മാരുതിയിൽ നിന്ന് തന്നെ നമ്മളൊരു ഡാഷ് ക്യാം വെക്കുകയാണെങ്കിൽ പിന്നെ നാളെ ആരും പറയില്ല, കാരണം അതിൻ്റെ വാറണ്ടി കട്ടായി പോയി, കാരണം നിങ്ങൾ ഡാഷ് ക്യാം വെച്ചു എന്നുള്ളത്. അപ്പോൾ നോർമലി ഒരു ഡാഷ് ക്യാമിൽ അങ്ങനെ സംഭവിക്കാത്ത റീസൺ, ആർക്കും വെക്കാം എന്നുള്ള റീസൺ എന്താ വെച്ചാൽ അതെല്ലാം പ്ലഗ് ചെയ്യുന്ന പവർ 12 വോൾട്ട് സോക്കറ്റ് എന്നാണ്. അതായത് ഡാഷ് ക്യാമിൻ്റെ ഡാഷ് വെച്ചതിന് ശേഷം ആ വയർ എടുത്ത് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് എവിടെയും ഫ്യൂസ് ഒന്നും കട്ട് ചെയ്യാതെ നേരിട്ട് നമ്മുടെ സിഗരറ്റ് ലൈറ്ററിൻ്റെ സംഭവമില്ലേ, അവിടെ ഒരു അഡാപ്റ്റർ ഉണ്ട്, ആ അഡാപ്റ്ററിലേക്ക് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇഷ്യൂസ് വരാറില്ല. പക്ഷേ ഇനി ചില ഡാഷ് ക്യാംസ് ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ ക്യാംസുള്ള ഡാഷ് ക്യാം, അതായത് ഇപ്പോൾ ഫ്രണ്ട്, റിയർ, അത് മാത്രമല്ലാതെ ഇൻറ്റീരിയർ റെക്കോർഡ് ചെയ്യുന്ന ഡാഷ് ക്യാം വരെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡാഷ് ക്യാമിൽ എന്താ വെച്ചാൽ അത് നമുക്ക് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ, ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് പോയാലും അത് വർക്ക് ചെയ്യണമല്ലോ, സോ അതിന് പവർ വേണം. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ വേണം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളിത് കൃത്യമായി അറിയുന്ന ഒരാളുടെ നിന്ന് നമ്മൾ ഈ സാധനം ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ചില ആൾക്കാർ എന്താ ചെയ്യുക, ആ ഒരു കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആ ഒരു IRVM ക്യാമറയുടെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്, ഡോം ലൈറ്റ് എന്ന് പറയാം. ആ ലൈറ്റിൻ്റെ ആ ഒരു വയറിങ് കട്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഫ്യൂസ് ഇഷ്യൂ വരും, കാരണം അതേ ഫ്യൂസിൽ ഇത് ചിലപ്പോൾ പവർ കൂടുതലാണെങ്കിൽ ഇത് താങ്ങില്ല, കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഡാഷ് ക്യാം വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയുക, നിങ്ങൾ വെക്കാൻ അറിയുന്ന ആളാണെങ്കിൽ പോലും എപ്പോഴും സേഫർ എന്ന് സംഭവിച്ചാൽ നല്ലൊരു ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം വെപ്പിക്കുക. എൻ്റെ റീസൺ വേറെ ഒന്നുമില്ല, അഡീഷണൽ ഫ്യൂസിൽ നിന്ന് മാത്രമേ പവർ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത കേസിൽ എന്ന് സംഭവിച്ചാൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, വണ്ടി കത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജസ്റ്റ് റീസൺ മാത്രമേ ഉള്ളൂ, കാരണം ആരും ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ബ്രാൻഡും ഉണ്ടാവില്ല, കാരണം ബ്രാൻഡ് അവിടെ നിന്ന് നിങ്ങളെ കൈ ഒഴിയാൻ നോക്കും, കാരണം ജസ്റ്റ് അവർക്ക് ഇത് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും സേഫർ എന്ന് പറയുന്നത് നിങ്ങളൊരു ഓതറൈസ്ഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഡാഷ് ക്യാം വാങ്ങി അവിടെ തന്നെ അത് ഫിക്സ് ചെയ്യാൻ നോക്കുക. അല്ല, അപ്പോൾ ഈ ഡാഷ് ക്യാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടിനെ ബാധിക്കില്ല, എക്സ്ട്രാ വയറിംഗ് ഒക്കെ അല്ലേ? അതല്ല, എക്സ്ട്രാ വയറിംഗ് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ പറയണേ, നോർമൽ കേസിൽ ഇപ്പോൾ നമ്മൾ ഫ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഫ്യൂസ് ഫ്രീ ആയിരിക്കുന്ന ഒരു ഫ്യൂസിൽ നിന്ന് നമ്മളൊരു വയറിംഗ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധിക്കാൻ ചാൻസസ് ഇല്ല. പക്ഷേ ഇതല്ലാത്ത ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആഡ് ഓൺ സാധനം ചെയ്യുമ്പോൾ, അതായത് ഒരു ലൈറ്റിൻ്റെ കൂടെ തന്നെ അത് കപ്പിൾ ചെയ്ത് കൊടുക്കുന്ന ആ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വാറണ്ടി ബ്രേക്ക് ആവാൻ ചാൻസ്. ഓക്കെ. അപ്പോൾ ഡാഷ് ക്യാം വേണോ വേണ്ടേ? ഡാഷ് ക്യാം വേണമെന്ന് സെന്തിൽ പറയുകയാണെങ്കിൽ അതിനുള്ള 5 റീസൺ. ഓക്കെ, ഡാഷ് ക്യാം എന്തായാലും വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് സ്ഥലം എടുത്ത് പറയുന്നില്ല, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടും. അപ്പോൾ നമ്മൾ വിചാരിക്കും അറിയാതെ ചാടിയതാണ്, പക്ഷേ ആക്ച്വലി അറിയാതല്ല, അതൊരു എന്താ പറയുക തൊഴിലാണ്. അതായത് അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ കാറിന് മുമ്പിൽ ചാടിക്കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ അത് ആക്ച്വലി അതൊരു ഫ്രോഡറിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സാധനത്തിന് എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും തെളിവ് വേണം അല്ലേ. സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല ആൾക്കാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും
ഡാഷ് ക്യാം വേണം. ഇനി ബൈ ചാൻസ് നമ്മൾ വണ്ടി നിർത്തിപ്പോയി എന്ന് വിചാരിക്കുക, എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ വന്ന് വണ്ടിയിൽ ഹിറ്റ് ചെയ്തു, ആ സമയത്ത് ആ ഹിറ്റ് ചെയ്ത ആൾ ആരാന്ന് കണ്ടുപിടിക്കണമെങ്കിലും ഡാഷ് ക്യാം ആണ്. കാരണം അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട വണ്ടിയുടെ അകത്ത് ആരെങ്കിലും വന്ന് നിങ്ങളെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു ഫോൾഡറിൽ സേവ് ചെയ്തിരിക്കും. അത് വെച്ച് പോലീസ് സ്റ്റേഷൻ പോയാൽ മതി. സോ അതിനൊരു ഡാഷ് ക്യാം ഉപയോഗിക്കാം. ഇനി DVR 24/7 ഡാഷ് ക്യാംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് മഹീന്ദ്ര XUV 700 ആ വാഹനത്തിനകത്ത് 4 ക്യാമറ ഉണ്ട്. ഈ 4 ക്യാമറയും ആക്ച്വലി ഒരു CCTV പോലെ വർക്ക് ചെയ്യും. അതായത് വണ്ടി നിർത്തിയതിൻ്റെ ശേഷം ഫുൾ ടൈം ഇത് റെക്കോർഡ് ചെയ്യും. 11 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് വണ്ടിയുടെ പുറത്ത് എല്ലാം റെക്കോർഡ് ചെയ്യും. അത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ക്യാമറ വെക്കണം അതേപോലെ കാറിൻ്റെ ചുറ്റുവട്ടത്തും ഇത് വർക്ക് ചെയ്യും. അതിങ്ങനെ റീപ്ലേസ് ചെയ്യും. അത് 11 മണിക്കൂർ കഴിഞ്ഞാൽ അത് റീറൈറ്റ് ചെയ്തിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഫോൾഡറിലുണ്ടാവും. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ വണ്ടിയുടെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം അവിടെയാണ് G സെൻസറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ബൈ ചാൻസ് ഒരു ഹിറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു മരം പൊട്ടിച്ചാടുക, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് സെപ്പറേറ്റ് ഫോൾഡർ ആയിരിക്കും. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ തീരുമാനമാക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ റീസൺസാണ് ഒരു ഡാഷ് ക്യാം വാങ്ങാം. പിന്നെ വേറെ ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയല്ല, നിങ്ങൾ വണ്ടി ഇപ്പോൾ കൊടുക്കുകയാണ്, വാടകയ്ക്ക് കൊടുക്കുകയാണ്, ഫ്രണ്ട്സിന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്തൊരു 3 ചാനൽ ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ അകത്ത് ഈ പറഞ്ഞ പോണ ആൾ സേഫറാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. ഈ ഡാഷ് ക്യാം എപ്പോഴും റെക്കോർഡിംഗ് ആയിരിക്കും? ഡാഷ് ക്യാം ഓഡിയോ എടുക്കുമോ? അങ്ങനെ ഉണ്ട്. ഓഡിയോ എടുക്കുന്ന ഡാഷ് ക്യാം ഉണ്ട്, ഓഡിയോ എടുക്കാത്ത ഡാഷ് ക്യാം ഉണ്ട്. നോർമലി ഡാഷ് ക്യാം ഇപ്പോൾ നമ്മൾ ഒരു ഡാഷ് ക്യാം വാങ്ങി ഫിക്സ് ചെയ്യുമ്പോൾ അത് 24/7 റെക്കോർഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ അത് ഈ വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പവർ വരില്ല. അതാണ് ഈ നമ്മൾ 12 വോൾട്ട് സോക്കറ്റിൽ കൊടുക്കുന്ന സാധനം. പക്ഷേ അതിന് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഒരു ഹാർഡ്വെയർ വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 24/7 ആക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചില വണ്ടിയിൽ സംസാരിക്കണൊക്കെ ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ വണ്ടികളുടെ അകത്ത് അതാണ്, പ്രത്യേകിച്ച് ബോസുമാരുടെ യാത്ര ചെയ്യുമ്പോൾ കുറ്റം പറയുമ്പോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലത്. കാരണം ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ആ ഒരു സൈസ് ചെറുതാവും, അതുപോലെ തന്നെ ഓപ്ഷൻസ് കൂടും, ക്ലാരിറ്റി കൂടും, ഈവൻ ഓഡിയോ വീഡിയോ രണ്ടിലും. അപ്പോൾ ചാൻസസ് ഉണ്ട്. ശരി. അപ്പം ഡാഷ് ക്യാം വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓക്കെ, ഡാഷ് ക്യാം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫീച്ചേഴ്സ് പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 130 ഡിഗ്രി പോയിന്റ് ഓഫ് വ്യൂ, POV എന്ന് പറയും. ആ ഒരു ആംഗിൾ അതിൻ്റെ മുകളിലായിരിക്കണം ഏത് ഡാഷ് ക്യാം ആണെങ്കിലും. അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ മിനിമം 1080 റെസൊല്യൂഷൻ വേണം. ഓക്കെ, 1080യുടെ മുകളിൽ എത്ര വന്നാലും ഇപ്പോൾ ചൈനീസ് ചില സാധനങ്ങൾക്കൊക്കെ 1080 ഉണ്ടാവില്ല, 720p അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി, കാരണം ഒരു വണ്ടിയുടെ നമ്പറാണ് നമുക്ക് സൂം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മിനിമം ഒരു 1080 1080യുടെ സ്റ്റാർട്ടിങ് ഫ്രം 1080 ടിൽ ഇറ്റ് ക്യാൻ ഗോ അപ്പ് ടു ഒരു 4K വരെ നമുക്ക് റെസൊല്യൂഷൻസ് പോകാൻ പറ്റും. അതുപോലെ നമ്മളിടുന്ന SD കാർഡ് സ്റ്റാർട്ടിങ് റേഞ്ച് ഒരു 128 GB മുതലുള്ള SD കാർഡ് ഇടാനുള്ള സാധനം വേണം. അതായത് 128ന് മുകളിൽ എത്ര വേണമെങ്കിൽ ആവാം. പക്ഷേ ഒരു ബേസിക് മിനിമം എന്ന് പറയുന്നത് 128 ആണ് വേണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റീസൺ എന്താ വെച്ചാൽ ഇത് ഓവർ റൈറ്റ് ചെയ്യും, ഇല്ല ഞാൻ പറയില്ല. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ നമുക്ക് വല്ല സ്റ്റോർഡ് ഡാറ്റ, ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു 4Kയിൽ എടുക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് വേണം. അപ്പോൾ മിനിമം ഒരു 128 ആണ് ഒരു ഡാഷ് ക്യാമിൽ കൃത്യമായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ അകത്ത് G സെൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു G സെൻസറിലുള്ള ഡാഷ് ക്യാമിലെ ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ ബൈ ചാൻസ് ആരെങ്കിലൊക്കെ വന്ന് ആ വണ്ടിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുക്കാൻ കേപ്പബിൾ ആണത്. അതായത് അവിടെ ഒരു ഷേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ഫോൾഡറിലാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു G ഷോക്സ് ഉള്ള ഡാഷ് ക്യാമ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതും എപ്പോഴും റെക്കമെൻഡബിൾ ആണ്. ഇനി വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഡാഷ് ക്യാം, അതുപോലെ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഡാഷ് ക്യാം ആണെങ്കിൽ ഇപ്പോൾ ചില ഡാഷ് ക്യാമിൻ്റെ അകത്ത് വ്യൂവിങ് നമുക്കങ്ങനെ കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ അത് ഡിസ്പ്ലേ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു വൈഫൈയും അതുപോലെ തന്നെ ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഈ ഒരു സാധനം കാണാൻ സാധിക്കും. അപ്പോൾ ആ ബ്രാൻഡ് നെയിംസ് നമ്മളിവിടെ പറയുന്നില്ല, കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബ്രാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല നല്ല ബ്രാൻഡുകളുണ്ട് ഇതിൻ്റെ അകത്ത്. കുറേ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടല്ല. പക്ഷേ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന ഏത് ബ്രാൻഡിലും നിങ്ങൾക്ക് ധൈര്യത്തോടെ ഒരു ഡാഷ് ക്യാം എടുക്കാം. പിന്നെ വേറൊരു കേസ് ഉണ്ട് റാഫി, സൂപ്പർ കപ്പാസിറ്റർ / എന്താ പറയുക നോർമൽ ബാറ്ററി അങ്ങനെ ഉണ്ട്. അതായത് ഇപ്പോൾ നോർമൽ ഒരു 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ഡാഷ് ക്യാമിൻ്റെ അകത്ത് നമ്മൾ എന്ത് വെച്ചാൽ സെല്ലിടുക ചെയ്യുക. സാധാ ഒരു ബാറ്ററി, റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി പോലത്തെ സാധനമാണ്. ഇതല്ലാതെ സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഒരു ഡാഷ് ക്യാം സീരീസ് ഉണ്ട്. സൂപ്പർ കപ്പാസിറ്റർ പറഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ആ ഇൻബിൽറ്റ് ബാറ്ററിക്ക് കുറച്ചും കൂടി ചൂട് താങ്ങാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു 50 ഡിഗ്രി പുറത്തുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു 70-80 ഡിഗ്രി ആവും. ആ സമയത്ത് ഈ ഒരു ബാറ്ററിയുടെ ക്വാളിറ്റി മോശമാണെങ്കിൽ അത് ബൾജ് ചെയ്യാനും അതുപോലെ അങ്ങനത്തെ ചാൻസസ് ഉണ്ട്. സോ അതിൻ്റെ ഇങ്ങനെയാണ് നമുക്ക് പറയാം, ഇതൊക്കെ അവോയ്ഡ്. അപ്പോൾ എപ്പോഴും ഇപ്പം നമ്മുടെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ അകത്ത് വെച്ച് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ റാഫി നിർത്തുന്ന ഒരു പാർക്കിംഗ് ഏരിയ ഒരു എന്താ പറയുക ഒരു ഫ്ലാറ്റിൻ്റെ താഴെയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു സൂപ്പർ കപ്പാസിറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ പുറത്താണ് പാർക്ക് ചെയ്യുന്നത്, വലിയ തണലത്തൊന്നും അല്ലെങ്കിൽ ആ സമയത്ത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂപ്പർ കപ്പാസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്
അപ്പോൾ ഈ സാധനം നോക്കാം. അപ്പോൾ ഡാഷ് ക്യാം വേണമെന്നാണ് സെന്തിൽ പറയുന്നത്. ആ ഡാഷ് ക്യാം ഉള്ളത് ഇപ്പോഴത്തെ കാലത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഡാഷ് ക്യാം എടുക്കുമ്പോൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ സ്റ്റാർവിസ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സ്റ്റാർവിസ് എന്ന് ഉദ്ദേശിക്കുന്നത് സോണിയുടെ ഒരു സെൻസറാണ്. അപ്പോൾ ഈ സ്റ്റാർവിസ് 1 അപ്പോൾ നോർമലി നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഡാഷ് ക്യാം മേടിക്കുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുമല്ലോ. അതിൻ്റെ അകത്ത് സ്റ്റാർവിസ് 1-നെക്കാട്ടിലും എപ്പോഴും സ്റ്റാർവിസ് 2 ഉള്ള ഡാഷ് ക്യാമുകളാണെങ്കിൽ അത് കുറച്ചും കൂടി ലോ ലൈറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് രാത്രി വർക്കാവും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇപ്പോൾ രാത്രി ഇപ്പോൾ അതാ പറഞ്ഞത്, നമ്മുടെ യൂസേജും കൂടി നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ബൈ ചാൻസ് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് നമുക്കത് തെളിയാതെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റാർവിസ് 2, ഇപ്പോൾ ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർവിസ് 2 ഉണ്ട്, എഡാസ് ഉള്ള ഡാഷ് ക്യാം ഉണ്ട് റാഫി. അതായത് എഡാസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബേസിക്കലി സെൻസർ. ശരിക്കും പറഞ്ഞാൽ ഹോണ്ട എന്താ പറയുക സിറ്റി എടുക്കാം. ഹോണ്ട സിറ്റിക്ക് എഡാസ് ഉണ്ട്, പക്ഷേ അത് ലെവൽ 2 അല്ല എന്ന് ഞാൻ എപ്പോഴും റാഫിയോട് പറയും, അത് ലെവൽ 1 ആണ്. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്, ആ ക്യാമറയാണ് ഇതിൻ്റെ എഡാസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഓഫ് ഡാഷ് ക്യാമിൽ കിട്ടും. അതായത് ഇപ്പോൾ അതിന് ലെയിൻ കാണാൻ പറ്റും, അപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് വർക്ക് ചെയ്യും. അല്ല, അഡാസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ, അത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരിക്കലും വണ്ടീനെ സ്റ്റോപ്പ് ചെയ്യാൻ അതിനൊന്നും കഴിവില്ല. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നൽകും. അതായത് ഇപ്പോൾ ലെയിൻ കാണാൻ പറ്റുമല്ലോ, ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ അതിൻ്റെ ക്യാമറയിലും ലെയിൻ കാണാൻ പറ്റും. അപ്പോൾ ആ ലെയിൻ കറക്റ്റ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യും. ലെയിനിന് പുറത്ത് പോകണമെങ്കിൽ അത് വാർണിംഗ് തരും, നിങ്ങൾ ലെയിൻ്റെ പുറത്ത് പോവാണ്. ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന് ഡാഷ് ക്യാം ഇതെല്ലാം ഒരു വാർണിംഗ് പോലെ തരും. ഒരിക്കലും അതിനെ ഇതിനായിട്ട് വണ്ടിയായിട്ട് ഇന്റർകണക്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവങ്ങൾ ഇത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിലൊരു വണ്ടി വന്നാൽ അതിനെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ലൈക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ. 3500 രൂപയ്ക്ക് ഡാഷ് ക്യാം വാങ്ങിയാൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു അറൗണ്ട് ഒരു 20,000 to 30,000 നിങ്ങൾക്ക് മുടക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡാഷ് ക്യാംസ് ഉണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സുള്ള ഡാഷ് ക്യാം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഡാഷ് ക്യാം ഒരു ഫീച്ചറായിട്ട് വണ്ടികൾ കൊടുക്കുന്നുണ്ടോ ഹൈ എൻഡ് വണ്ടികളിൽ? ഹൈ എൻഡ് ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൈ എൻഡ് വണ്ടികളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ലോ എൻഡ് വേർഷൻസ് ഓഫ് കാർസ് ലൈക്ക് ഒരു ഇപ്പോൾ എക്സ്റ്റർ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എക്സ്റ്ററിൻ്റെ ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇൻബിൽറ്റ് ഡാഷ് ക്യാം വരുന്നുണ്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്ന് നമ്മൾ വണ്ടി വാങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് സ്റ്റാർട്ടാണ്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഇൻറ്റീരിയറും കാണാൻ പറ്റും, എക്സ്റ്റീരിയറും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉണ്ട്. അതുപോലെ തന്നെ വെന്യൂല് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇൻബിൽറ്റ് ഡാഷ് ക്യാംസ് ഉണ്ട്. ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ഇത് എല്ലാ വാഹന കമ്പനികളും നിർബന്ധമായി കൊടുക്കേണ്ട ഒരു ഫീച്ചറായി മാറാനുള്ള വരെ ചാൻസസ് ഉണ്ട്. സൂപ്പർ. അപ്പോൾ ഡാഷ് ക്യാം വെക്കുന്നത് നല്ലതാണ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ. പൈസ ഞാൻ പറയില്ല, ഒരു 3500 ഒന്നും ആർക്കും സ്പെൻഡ് ചെയ്യാൻ വലിയ പ്രശ്നമില്ല. കാരണം നാളെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പോയി കുടുങ്ങുമ്പോൾ നമ്മളത് വെച്ചാൽ മതിയാണെന്നുള്ള ആ ഒരു എന്താ പറയുക തിങ്കിങ് വരാതിരിക്കാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉള്ള വാഹനങ്ങൾ ഡാഷ് ക്യാം ഇല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഒരു ഡാഷ് ക്യാം വാങ്ങി വെക്കാനേ ഞാൻ പറയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ ചോദിച്ച ഹൈ എൻഡ് വണ്ടിന്ന് ഉദ്ദേശം എനിക്ക് മാറിപ്പോയി. അതായത് നമ്മളിപ്പോ ഒരു കാറിന് പല ഓപ്ഷൻസ് ഉണ്ടാവല്ലോ, ലോവർ വേരിയന്റ്, ഹയർ വേരിയന്റ്. അപ്പോൾ നമ്മൾ ഏത് കാർ എടുത്താലും അതിന്റെ ഹയർ വേരിയൻസിൽ ഡാഷ് ക്യാം ഒരു ഫീച്ചറായിട്ട് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, അതാ പറഞ്ഞത് എല്ലാ വാഹനത്തിലും ഇല്ല. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു XUV 700 ഒരു ഫീച്ചർ ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഷോറൂമുകാർ വെച്ച് തരും. അത് നമുക്കിപ്പോൾ അവർ തന്നെ ചിലപ്പോൾ ചോദിക്കും ഡാഷ് ക്യാം വെച്ച് തരട്ടെ എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. അതായത് അവർ വെച്ച് തരുന്ന ആ ഒരു ഡാഷ് ക്യാമിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും ബോക്സസ് ടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങൾ ധൈര്യത്തോടെ ആ ഷോറൂമിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം നാളെ ഒരു വാറണ്ടി ഇഷ്യൂസ് ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഒരു ഡാഷ് ക്യാം എപ്പിസോഡാണ് ഉറപ്പായിട്ടും എനിക്ക് തോന്നി ഈ ഒരു എപ്പിസോഡ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ സിറ്റുവേഷന് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരിൽ ഡാഷ് ക്യാം എന്ന സംഭവം എത്തണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എടുത്തത്. അപ്പോൾ റാഫി ഇതിന് ശേഷം ഡാഷ് ക്യാം വെക്കുമോ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. ഡാഷ് ക്യാം ഇനി ഷോറൂമിൽ സംസാരിച്ച് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വെക്കാവുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. ഇതിന് വേണ്ടി ഷോറൂം പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഒരു 3,500 to 4,000 റുപ്പീസിൻ്റെ ഡാഷ് ക്യാം നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ റാഫിക്ക് സ്വന്തമായിട്ട് വെക്കാം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ് സാധനങ്ങളൊന്നുമില്ല. ഡാഷ് ക്യാം നേരെ കൊണ്ടുപോയിട്ട് മുകളിൽ വെക്കുക, അവിടെ ഒരു അഡ്ഹസീവ് ഉണ്ടാവും, അതിലാണ് ഒട്ടിപ്പിടിക്കുക. അതിനുശേഷം അതിനൊരു കേബിൾ ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു മെമ്മറി കാർഡ് ഇടാം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോണിൽ. അതിനുശേഷം ആ ഒരു വയർ നേരെ എടുത്തിട്ട് 12 വോൾട്ടിൻ്റെ സോക്കറ്റില്ലേ ചാർജ് ചെയ്യുന്ന സോക്കറ്റ്, ഇത്രേ ഉള്ളൂ ഡാഷ് ക്യാം പ്രവർത്തിപ്പിക്കാനുള്ള രീതി. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഡാഷ് ക്യാമിൻ്റെ ഫംഗ്ഷനാലിറ്റി കൂട്ടണമെങ്കിൽ ഇപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ റാഫി വണ്ടി ഇതെല്ലാം പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഇത് ഓഫാവും.
അല്ലേ? അപ്പോൾ പിന്നെ ഡാഷ് ക്യാം വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വന്നൊന്ന് ഇടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന് എക്സ്റ്റേണൽ വയറിങ്, അത് എക്സ്റ്റേണൽ ഒരു ഹാർഡ്വെയർ വെച്ച് വയർ ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററി പവറിലേക്കുള്ള സപ്ലൈ നോൺ സ്റ്റോപ്പായി കൊടുക്കുന്ന രീതി. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നമ്മളെപ്പോലെ നോർമൽ ഷോറൂമിൽ ചെയ്യുമ്പോൾ അതൊരു പ്രോപ്പറായിട്ട് അവരോട് പറഞ്ഞാൽ മതി. ദാറ്റ് കീ ഫ്യൂസിൻ്റെ അവിടുന്ന് ഒരു സെപ്പറേറ്റ് വയർ എടുത്തതിന് വേണ്ടി ചെയ്യാനായിട്ട്. സോ ദാറ്റ് നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂസ് പോകുന്നല്ലാതെ മൊത്തം വണ്ടീനത് ബാധിക്കില്ല. സൂപ്പർ. ഓൾ തിങ്സ് ഓട്ടോയിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു സോ മച്ച് റാഫി.